സോപാനം ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള വരിക്കാശ്ശേരി മനയിലായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് മറ്റ് പടങ്ങളെ ഓർമ്മിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു രംഗമായിരിക്കണം അവിടെ വേണ്ടത്, ആ സെറ്റായിരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ. മാത്രമല്ല ഡയറക്ടർ ജയരാജ് എന്നോട് പറഞ്ഞത് ആകെ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ഒരു ഡിവൈൻ മൂഡ് ഉണ്ടാവണം എന്ന് മാത്രമാണ്. അപ്പോൾ സിനിമയ്ക്ക് അനുസരിച്ചുള്ള ഒരു മാറ്റം വരുത്തി, ഒരു മ്യൂസിക്കൽ പ്രാധാന്യമുള്ള ഒരു ചലച്ചിത്രമാണ്. അങ്ങനെ അവിടെ വളരെ മ്യൂറൽ പെയിൻറ്റിങ്ങുകളും അല്ലാതെ ഉള്ളതുമൊക്കെ ആയിട്ട് എൻ്റെ രൂപം മൊത്തത്തിൽ തന്നെ അത് മാറ്റിയെടുക്കുകയായിരുന്നു. ഇതിന് പുറത്ത് ഒരു പടിപ്പുരയും ഒരു മതിലും തീർത്തിരുന്നു. ചില കവിതാശകലങ്ങൾ ഈ മതിലിൽ, പായൽ പിടിച്ച മതിലിൽ കുറിച്ചിടുന്ന ഒരു രീതി ഒക്കെ ഈ സിനിമയുടെ കഥയുടെ ഭാഗമായി തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സെറ്റിട്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ട് സാഗയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. സാഗ അപ്പച്ച സാറ് കുറേ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഷൂട്ടിംഗ് തുടങ്ങി 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ വരുന്നത്. വരുമ്പോഴത്തേക്കും അദ്ദേഹം ആ പരിസരമൊക്കെ നടന്ന് നോക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, അല്ല ഇവിടെ ഒരു മതിലിൻ്റെ സെറ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് അതെവിടെയാണ് എന്തുകൊണ്ട്? അപ്പം ഏകദേശം അതിൻ്റെ അടുത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പായലൊക്കെ പിടിച്ചിട്ട് ഒരു വളരെ പ്രാചീനമായ ഒരു മതിൽ മാതിരിയാണ് അതിരുന്നത്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റാതെ വന്നു. എനിക്ക് തോന്നുന്നു ഒരു സെറ്റ് അല്ല എന്ന് തോന്നുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും ഒരു ആർട്ട് ഡയറക്ടർ വിജയമായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങുന്നു. പിന്നെ അത് പല സ്ഥലങ്ങളിൽ, തൃക്കടേരി അമ്പലത്തിലത് ഷൂട്ട് ചെയ്യുന്നു. ഒറ്റപ്പാലത്താണ് അത് ഷൂട്ട് ചെയ്തത്. ഒറ്റപ്പാലത്തെ പല ഭാഗങ്ങളിൽ ചില കാവുകൾ, അമ്പലങ്ങളൊക്കെ അത് ഷൂട്ട് ചെയ്തിട്ട് മനോജ് കെ ജെയിനും ഒക്കെ ഉള്ള സിനിമയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പോർഷനിലേക്ക് നമ്മൾ ഈ മൂകാംബികയിലേക്ക് പോകുന്നത്. മൂകാംബികയിൽ അവിടെ ഒരു ക്ഷേത്ര പരിസരങ്ങൾ, സൗവർണിക, അവിടുത്തെ ഗസ്റ്റ് ഹൗസ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അവിടെയൊക്കെ ഈ സിനിമയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള സ്വാഭാവികമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെയാണ് അത് അതിൻ്റെ ആർട്ട് ഡയറക്ഷൻ നടത്തിയത്. അതിലെ സോങ്ങുകളും വളരെ മനോഹരമായി പിക്ചറൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ആ വർഷത്തെ കുറേ അവാർഡുകൾ ആ സിനിമയ്ക്ക് കിട്ടുകയും ചെയ്തിരുന്നു. മധുസാറിൻ്റെ മധുവിൻ്റെ ഡയറക്ഷനിലാണ് നരിമാൻ ഞാൻ ചെയ്യുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പല പടങ്ങളും ചെയ്തിട്ടുണ്ട്. ജനാധിപത്യം ഉൾപ്പെടെയുള്ള പടങ്ങളൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞാൻ നരിമാനിലേക്ക് എത്തുന്നത്. നരിമാനിലെ സംയുക്ത വർമ്മയാണ് നായിക, സുരേഷ് ഗോപി നായകൻ, ജഗതി അങ്ങനെ തുടങ്ങിയ ഒരു വലിയ താരനിരയുള്ള ഒരു സിനിമയാണ്. പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു അതിൻ്റെ ഷൂട്ടിങ്. ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു. ട്രിവാൻഡ്രത്തുള്ള പല വീടുകളുണ്ട്, മറ്റ് ലൊക്കേഷനുകളുണ്ട്. ഇത് ചെയ്യുന്നതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു രംഗം, ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ സുരേഷ് ഗോപി ഒരു സീലിംഗ് പൊളിച്ച് താഴേക്ക് വരുന്നൊരു രംഗമുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ വരുമ്പോൾ സീലിംഗ് നമ്മൾ സെറ്റിടുകയാണ് ചെയ്യുന്നത്. ചിത്രാഞ്ജലിയിലാണ് അങ്ങനെ ഒരു സെറ്റ് ഇടാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ പടത്തിൻ്റെ അവസാന ഭാഗമാകുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന സാമ്പത്തിക ഒരു ടൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സെറ്റുകൾ ഇടുന്നത് ചെന്നൈയിൽ നിന്ന് കാർപ്പൻറ്റേഴ്സ് വന്നിട്ടാണ് ഇടാറുള്ളത്. ഇത് നമ്മൾ ലോക്കലായിട്ട് തന്നെ ചിത്രാഞ്ജലിയിലെ സ്ഥിരം കുറച്ച് കാർപ്പൻറ്റേഴ്സ് ഉണ്ട്, അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാനായിട്ടാണ് തീരുമാനിച്ചത്. ശരിക്കും ഇത്തരം സെറ്റ് നമ്മൾ ഒറിജിനലായിട്ടുള്ള സീലിംഗ് നേരത്തെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും, ഫൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ, കൃത്യമായ ഒരു ഗ്ലാസ് ഉള്ള ഒരു ഏരിയ, അതൊക്കെ നേരത്തെ ഒറിജിനൽ സ്ഥലത്ത് ഗ്ലാസ്സൊക്കെ ഉണ്ടാവും. ഇതിലായിരിക്കും വന്ന് വീഴുകയും ഇത് പൊട്ടി താഴേക്ക് വരുന്നതായിട്ടാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കൃത്യമായി മാച്ച് ചെയ്യുന്ന രീതിയിൽ, അതിൽ ലൈറ്റ് എന്തെങ്കിലും സീലിങ്ങിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവും. എല്ലാം അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലെല്ലാം പിന്നെ ഒരു പോർഷൻ കൃത്രിമമായിട്ട് നമ്മൾ ചെയ്യുകയായിരിക്കും. അങ്ങനെ ചെയ്യാനാണ് ഈ കാർപ്പൻറ്റേഴ്സിനെ നമ്മൾ ചുമതലപ്പെടുത്തിയത്. ഷുവർ ഗ്ലാസ്സാണ് അതിന് ഉപയോഗിക്കുന്നത്. പ്രത്യേകതരം പൊട്ടിക്കഴിഞ്ഞാൽ കുത്തി ശരീരത്തിൽ കയറാത്ത തരത്തിലുള്ള ഈ ക്രിസ്റ്റൽ മാതിരി ഇങ്ങനെ തെറിച്ച് പോകുന്ന ഗ്ലാസ്സാണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു. അടുത്ത ദിവസം ഷൂട്ടിങ്ങാണ്. 2 ദിവസം മുമ്പ് തന്നെ ഇതിൻ്റെ സെറ്റ് വർക്ക് തുടങ്ങി. അപ്പോൾ ഹെവിയാണ്. കുറേ ആർട്ടിസ്റ്റും ഒക്കെ ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയും വേണം. അങ്ങനെ പില്ലറിൽ ഇങ്ങനെ നിർത്തുന്ന തരത്തിലാണ് അത് പ്ലാൻ ചെയ്തു.
ഇവർ വളരെ ഹെവി ആയിട്ടാണ് ഇത് ചെയ്തത്. ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഈ കാർപ്പൻറ്റേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത് ഉയർത്താൻ ബുദ്ധിമുട്ട് വരില്ലേ ഇത്? അപ്പോൾ പറയാം, ഇല്ല സാർ, കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് അത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്, നമ്മൾ ചെയ്തിട്ടുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എങ്കിലും ഇത് ഇങ്ങനെ ഓരോ സമയം കഴിയുന്നു, ഇവരുടെ പണി തീരുന്നുമില്ല. പണി തീർന്ന് ഇത് മേളിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അകത്ത് പോർഷനൊക്കെ നമുക്ക് മാച്ച് ചെയ്ത് കളർ ചെയ്യേണ്ടത്. അതിനുള്ള ഒരു ചെറിയ സമയം വേണം. അടുത്ത ദിവസം രാവിലെ ഷൂട്ട് ചെയ്യണം. ആർട്ടിസ്റ്റുകളെല്ലാം റെഡിയാണ്, ഫൈറ്റ് മാസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഒരു 9 മണിക്കൊക്കെ ഇത് ഉയർത്തി വെക്കാമെന്ന് പറഞ്ഞ കാർപ്പൻറ്റേഴ്സ് 9 10 സമയം നീളുന്നു. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഇവരുടെ കംപ്ലീറ്റ് വർക്ക് തീർന്നിട്ട് ഇത് ഉയർത്താനായിട്ട് ഇവർ തുടങ്ങുകയാണ്. അത് ഗോഡയൊക്കെ വെച്ചിട്ടാണ് അവർ കയറുകൊണ്ട് വലിച്ച് കെട്ടി അങ്ങനെ ഉയർത്താനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇത് ഉയർത്താൻ ശ്രമിക്കുമ്പോൾ എത്ര ചെയ്തിട്ടും ഇവർ പറ്റുന്നില്ല. ഇത്രയും പേര് പിടിച്ചിട്ട് അത് അനങ്ങുന്നില്ല. അപ്പോൾ കുറേ നേരം ഇവർ അതിനുവേണ്ടി ട്രൈ ചെയ്തു. നമ്മൾ കിട്ടാവുന്ന, അപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരുപാട് പണിക്കാരെ നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാനും പറ്റില്ല. അത്തരം ഒരു സ്റ്റേജിൽ അവിടെ ഉള്ളവരെല്ലാവരും കൂടെ, എൻ്റെ അസിസ്റ്റൻസും എല്ലാം സഹായിച്ചിട്ട് ഇതിനെ ഉയർത്താൻ നോക്കുന്നു, പറ്റുന്നില്ല. അവസാനം ഇവർ വളരെ കൂളായിട്ട്, സാറേ നമ്മളെന്ത് ചെയ്യാനാണ്, ഇത് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ഓരോരുത്തരായിട്ട് മാറിയിരിക്കാൻ തുടങ്ങി. ഇത് തീർന്നില്ല എങ്കിൽ അടുത്ത ദിവസത്തെ ഷൂട്ടിംഗ് പ്രശ്നത്തിലാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു മാർഗവും കാണുന്നില്ല. പിന്നെ ആലോചിച്ചത്, ഈ തടി മുറിക്കുന്നവരുണ്ടല്ലോ, അവരിൽ വടമുണ്ട്, കപ്പിയൊക്കെ ഉണ്ട്. അങ്ങനെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് മേളിലേക്ക് നമുക്ക് വലിച്ചു കയറ്റാൻ പറ്റും. ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആയതുകൊണ്ട് അതിൻ്റെ മേളിൽ നിന്ന് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതിനുള്ള ഒരു സംവിധാനവും ഈ കാർപ്പൻറ്റേഴ്സ് നേരത്തെ കരുതിയിരുന്നില്ല. ഇവർ വളരെ നിസ്സാരമായിട്ട് ഈ ഗോഡയുടെ മേളിലെടുത്ത് വെച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഗോഡയൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അവസാനം പിന്നെ രാത്രി ഇവരെ തപ്പിയെടുക്കണം. അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. എവിടെ ആളുണ്ടെന്നറിയില്ല. അവസാനം ചിത്രാഞ്ജലിയിലെ സെക്യൂരിറ്റി പറഞ്ഞു, സാർ ഒരാളെ എനിക്കറിയാം, നമുക്കെങ്കിൽ പോവാം. ആ രാത്രി 12 മണിയായപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ഗ്രാമത്തിൻ്റെ അകത്തുള്ള റോഡ് വഴിയൊക്കെ പോവുകയാണ്. പട്ടികളൊക്കെ കിടന്ന് കുരയ്ക്കുന്നുണ്ട്, ആൾക്കാർ ലൈറ്റിട്ടൊക്കെ എണീക്കുന്നുണ്ട്. അങ്ങനെ ഒരു വീടിൻ്റെ മുന്നിലെത്തി ആളിനെ വിളിക്കാൻ നോക്കുമ്പോൾ ആൾ നന്നായിട്ട് മദ്യപിച്ചിട്ട് കിടക്കുക. പുള്ളിക്ക് ഒരു ബോധമില്ല. പുള്ളി പറഞ്ഞു, എനിക്ക് പറ്റില്ല സാറേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, കുറച്ചപ്പുറത്ത് ഇത്തരം പണി ചെയ്യുന്ന വേറെ 1-2 പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളുടെ മകൻ കൂടെ ഞങ്ങളുടെ വണ്ടിയിൽ കയറി ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. എന്തോ ഭാഗ്യത്തിന് അവിടെ ആളുണ്ടായിരുന്നു. അയാൾ പിന്നെ ഇത് കൂടെ വരുന്നു. അയാൾ തന്നെ മറ്റ് ഒരു 3-4 പേരെ, അടുത്തടുത്ത വീടുകളിലുള്ള 3-4 പേരെ കൂടെ വിളിച്ച് രാത്രി ഒരു 1 മണിയോടുകൂടി ഞങ്ങൾ സെറ്റിലെത്തി. അവർ ഈ കൃത്യമായിട്ട് 4 സൈഡിൽ കയറിട്ടിട്ട് ഇത് ഉയർത്തി വെച്ചു. എന്നിട്ടാണ് പിന്നെ ഈ ഗോഡ കൊണ്ടുവന്ന് അതിനെ ഫിക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ടും നമ്മുടെ വർക്ക് ബാക്കിയാണ്. അതിൽ ചില ഡിസൈൻസ് ഉണ്ട്, ചില ലാമ്പുകൾ തൂക്കാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു. ഏകദേശം നേരം വെളുത്തപ്പോഴത്തേക്കും വർക്ക് കംപ്ലീറ്റ് ചെയ്തു. പിറ്റേന്ന് ഡയറക്ടർ വരുന്നു, ഫൈറ്റ് മാസ്റ്ററും ആർട്ടിസ്റ്റും ഒക്കെ വരുമ്പോഴത്തേക്കും എന്തായിരുന്നാലും കുഴപ്പമില്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ അന്ന് നമ്മൾ അനുഭവിച്ച ഒരു വ്യതയുണ്ട്, ശരിക്കും ഒരു ബുദ്ധിമുട്ട്. ഇതുപോലെ തന്നെ മറ്റൊരു സിനിമയ്ക്കും ഉണ്ടായിട്ടുണ്ട്. ഇത് അല്പം ലാഭം നോക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. വൃദ്ധന്മാരെ സൂക്ഷിക്കുക എന്ന് പറയുന്ന ജയറാമും ജഗത് ചേട്ടനുമൊക്കെ അഭിനയിച്ചിട്ടുള്ള മറ്റൊരു ചിത്രമുണ്ട്. ഒരു ശ്രീരാമൻ, അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകളുള്ളതാണ്. അതിൻ്റെ ക്ലൈമാക്സും ഇതുപോലെ തന്നെ ചെന്നൈയിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. ചെന്നൈയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ചെങ്കൽപ്പെട്ടെന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഏരിയ. കുറേ ഭാഗത്ത് ഒരു വളരെ ചെങ്കല്ലുകൾ പണ്ട് എപ്പോഴോ വെട്ടിയൊക്കെ എടുത്തിട്ടുള്ള ഒരു കീഴ്ക്കാൻ തൂക്കായ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കുറേ കുടിലുകൾ സെറ്റ് ഇടണം. ഏറ്റവും അവസാനം കുറേ ടെററിസ്റ്റുകൾ ഒളിച്ചിരിക്കുന്നതും അവരെ വെടിവയ്ക്കുന്നതും ഇതൊക്കെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്. രാത്രിയാണ് ആ ഷൂട്ടിംഗ് നടക്കുന്നത്. അതും ഇതുപോലെ തന്നെ പകൽ കുറേ സീൻസും ഉണ്ട് അവിടെ. അന്ന് അരോമ മണിസാറാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവിടുത്തെ മണിസാർ പറഞ്ഞു, ലോക്കലായിട്ടുള്ള ആൾക്കാരെ വെച്ചാൽ മതി, മറ്റേ പിന്നെ ഈ മദ്രാസ് കാർപ്പൻറ്റേഴ്സൊക്കെ കാൾ ഷീറ്റ് ബേസിൽ വലിയ എമൗണ്ട് ആവും. അപ്പോൾ അത് വേണ്ട, അവിടെ കുറച്ച് ചെറിയ രാത്രിയാണല്ലോ പ്രധാന ഷൂട്ടിംഗ് ഉള്ളത്, അപ്പോൾ അതൊന്നും അറിയത്തില്ല, ഇങ്ങനെ അവിടെ ലോക്കൽ മതി എന്ന് പറഞ്ഞിട്ട് സാറ് തന്നെ സാറിൻ്റെ കുറച്ച് ഒരു സഹായിയെ വിട്ടിട്ട് അവിടെ നിന്നൊക്കെ ലോക്കലായിട്ട് കുറച്ച് പേരെ സംഘടിപ്പിച്ചു. ഈ ശരിക്കും നരിമാനിലുണ്ടായ സെയിം അനുഭവം തന്നെയാണ് അവിടെയും. ഇവർ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും വൈകുന്നേരം വരെ നിന്ന് ജോലിയൊക്കെ ചെയ്തു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇവർ ഓരോരുത്തരായിട്ട് അതിൽ നിന്ന് കൊഴിഞ്ഞു പോകാൻ തുടങ്ങി.
അവസാനം നോക്കുമ്പോഴത്തേക്കും ഉള്ളവർ തന്നെ നേരെ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ രാത്രി ശരിക്കും ഞാൻ സ്ഥിരമായി ചെയ്യുന്ന ഒരു പഴനി മേസ്രിയുണ്ട്. ഒരുപാട് സിനിമകൾക്ക് ആർട്ട് ഡയറക്ടറെ സഹായിച്ചിട്ടുള്ള ഒരു കാർപ്പൻ്ററാണ്. മലയാളത്തിലാണ് അദ്ദേഹം കൂടുതൽ ചെയ്തിട്ടുള്ളത്, തമിഴിനെക്കാൾ ചെയ്തിട്ടുള്ള മലയാളത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടു. അപ്പോഴത്തേക്കുമുള്ളൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് രാത്രിയാണ് ഞാൻ പോയി വിളിക്കുന്നത്, വൈകുന്നേരമാണ്, സന്ധ്യ കഴിഞ്ഞു പോയി വിളിക്കുന്നത്. പിന്നെ അവിടെ മദ്രാസ് യൂണിയൻ വളരെ പ്രബലമാണ്. ഏതെങ്കിലും ഒരു സെറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ അത് ഉറപ്പായിട്ടും യൂണിയനിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉള്ളവരെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ആർട്ട് ഡയറക്ടറുടെ യൂണിയൻ കാർഡ് കട്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് തമിഴ്നാട്ടിലോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഊട്ടിയിലോ ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഈ തെക്കേ ഇന്ത്യൻ ആർട്ടിസ്റ്റ് ഡയറക്ടേഴ്സ് യൂണിയൻ്റെ കാർഡ് വേണം. അപ്പോൾ അങ്ങനെയുള്ളവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ, അനുവദിക്കുകയുള്ളൂ അവർ. ഇല്ലെങ്കിൽ അപ്പോഴും അവർ പറഞ്ഞു വിടും, എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു ആർട്ട് ഡയറക്ടറെ വെച്ച് ബാക്കി ചെയ്യിപ്പിക്കും. അത് വളരെ സ്ട്രിക്റ്റാണ്. അപ്പോൾ ഇത് ഈ മേസ്രിയോട് വന്ന് പറയുമ്പോൾ, കാർപ്പൻ്ററുടെ അടുത്ത് വന്ന് പറയുമ്പോൾ അദ്ദേഹം ഏത് രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യണം എന്നുള്ള പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ലോക്കൽ ആൾക്കാരെ വെച്ച് ചെയ്യുന്നു എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് വന്ന് കാര്യം പറഞ്ഞു, ഇങ്ങനെ പറ്റിയത് ഇങ്ങനെയാണ്, അതുകൊണ്ടൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്ത ആളായതുകൊണ്ട് അദ്ദേഹം ഒരു തടസ്സവും പറയാതെ അദ്ദേഹം എന്നോടൊപ്പം വന്നു അത്യാവശ്യം ഈ കുറേ ആ പരിസരത്ത് നിന്ന് മറ്റ് കാർപ്പൻറ്റേഴ്സിനെയൊക്കെ വിളിച്ചു. അവർ വന്ന് കൃത്യമായിട്ട് അത് ചെയ്ത് തീർത്തു. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്, ഇവർ പ്രൊഫഷണലാണ്, ഇവർ ഇത്ര മണിക്ക് രാവിലെ 10 മണിക്ക് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇനി എന്ത് വില കൊടുത്തും എത്ര ഉറങ്ങാതെ നിന്നും എത്ര ദിവസം വേണമെങ്കിലും ഉറങ്ങാതെ നിന്നും അവർ വർക്ക് തീർത്ത് തരും. അത് അവരുടെ ഒരു വർക്കിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റും അവരുടെ ഒരു രീതിയാണ്. കൃത്യമായി ഈ കാർപ്പൻറ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലൊരു ഡിലേ വന്ന് ഷൂട്ടിംഗ് മുടങ്ങില്ല, അത് ഉറപ്പാണ്. അപ്പോൾ അത്തരത്തിൽ ഇവർ അത്യാവശ്യം കുറേ ആൾക്കാരെയൊക്കെ വിളിക്കുന്നു, എല്ലാവരും കൂടി ആ സെറ്റ് റെഡിയാക്കുന്നു. പിറ്റേന്ന് രാവിലെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റി. രാത്രി ബാക്കി അതിൻ്റെ ക്ലൈമാക്സ്, കത്തിക്കൽ, അതിൻ്റെ ഫയറിങ്ങും എല്ലാം, ബ്ലാസ്റ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്യാനായിട്ട് പറ്റി. പക്ഷേ അത് ഇത്തരത്തിലൊരു ചെറിയ ഒരു ലാഭം നോക്കിയിട്ട് നമ്മൾ താൽക്കാലികമായി പരിസരത്തുള്ളവരെ സംഘടിപ്പിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു വലിയ അപകടമാണിത്. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995442222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ശരിക്കും ഒരു സിനിമയിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു വിഭാഗമാണ് ആർട്ട് ഡയറക്ടറുടേത്. അത് മൗനമായിട്ട് പശ്ചാത്തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഒരു ഫൈറ്റ് മാസ്റ്ററുടെ ഒരു സാന്നിധ്യം നമ്മൾ അറിയുന്നു, മ്യൂസിക്കിൻ്റെ സാന്നിധ്യം അറിയുന്നു, പക്ഷേ ആർട്ട് ഡയറക്ടറുടെ സാന്നിധ്യം അറിയണമെന്നേ ഇല്ല. പ്രത്യേകിച്ചും പീരീഡ് ഫിലിമൊക്കെ ചെയ്യുമ്പോൾ വലിയ സെറ്റുകളായിരിക്കും. ഒരു പക്ഷേ ഇപ്പോൾ ബാബറി മസ്ജിദ് പൊളിക്കുന്നു എന്ന് വിചാരിക്കുക. ബാബറി മസ്ജിദിൻ്റെ ഒരു സെറ്റിടുമ്പോൾ തീർച്ചയായിട്ടും അത് ഒറിജിനൽ പോലെ ഇരിക്കണം. അപ്പോൾ അങ്ങനെ ഒറിജിനലായിട്ട് ഒരെണ്ണം ഇടുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രേക്ഷകൻ അറിയുന്നില്ല. ഇപ്പോൾ ഒരു അമ്പലത്തിൻ്റെ, ശബരിമലയുടെയോ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പള്ളിയുടെയോ ഒക്കെ സെറ്റിടുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ അറിയുന്ന ഒരു ചർച്ച ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗുരുവായൂർ അമ്പലത്തിൻ്റെ സെറ്റാണ് ഇടുന്നതെങ്കിൽ വളരെ പെർഫെക്റ്റായിട്ട് അതിൻ്റെ എല്ലാം നോക്കിയിട്ടൊക്കെ ആയിരിക്കും സെറ്റിടുക. അങ്ങനെ ഇടുമ്പോൾ ഒരിക്കലും പ്രേക്ഷകൻ ഇത് സെറ്റാണെന്ന് അറിയുകയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ശരിക്കും ആർട്ട് ഡയറക്ടറുടെ ജോലി എന്ന് പറയുന്നത് തുടങ്ങുന്നത് സ്ക്രിപ്റ്റ് ആയിക്കഴിഞ്ഞാൽ, സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയം മുതൽ ആർട്ട് ഡയറക്ടർ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുകയാണ്. സ്ക്രിപ്റ്റ് വായിക്കുന്നു, അപ്പോഴത്തേക്കും വായനയിലൂടെ തന്നെ നമ്മൾ ഈ ആർട്ട് ഡയറക്ടർ ഓരോ ലൊക്കേഷനുകൾ, ഏതൊക്കെയാണ് സന്ദർഭങ്ങൾ, ഏതൊക്കെ പ്രത്യേകിച്ച് പ്രോപ്പർട്ടീസ്, ഈ സെറ്റ് മാത്രമല്ല ആർട്ട് ഡയറക്ടറുടേത്. ഇപ്പോൾ ചിലപ്പോൾ പൊട്ടിക്കേണ്ട ചില സംഭവങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ചെയ്യേണ്ട കാറുണ്ടാവാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക പേന ഉണ്ടാവാം, അതിനകത്ത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുന്നതായിരിക്കാം. പേനയുടെ ഒരു സ്വിച്ച് അമർത്തിയാൽ അത് ഇന്ന് ഫയർ ചെയ്യുന്ന ഒരു പേനയാണെന്ന് വിചാരിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ അത് സെറ്റ് ഇടണം, അത് സെറ്റല്ല, അത് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. അത്തരത്തിലുള്ള അനവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് കവർ സ്റ്റോറി എന്ന് പറയുന്ന ഫിലിമിൽ ഒരു മൈക്കുണ്ട്. ആ മൈക്ക് വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീകുമാറേട്ടനാണ്, പി ശ്രീകുമാറാണ് അത് അഭിനയിച്ചിട്ടുള്ളത്. GS വിജയൻ്റെ ഫിലിമാണ്. ഞാനായിരുന്നു ആർട്ട് ഡയറക്ടർ.
അതിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സ്വിച്ച് അമർത്തുന്നതോടുകൂടി ഇതിനകത്തൊരു ചെറിയ ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതിലൂടെ ഒരു പൗഡർ, വളരെ പോയിസണായിട്ടുള്ളൊരു പൗഡർ സ്പ്രേ ചെയ്ത് വരുന്നു. ഇത് ശരിക്കും നമ്മളത് കാണിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ആർട്ട് ഡയറക്ടർ ജോലിയാണ്. അപ്പോൾ അത്തരത്തിൽ സ്പെഷ്യൽ പ്രോപ്പർട്ടികൾ, സെറ്റ്, ഇതെല്ലാം ഈ സ്ക്രിപ്റ്റ് വായിക്കുന്നതോടുകൂടി തന്നെ സമാന്തരമായിട്ട് ഇതിങ്ങനെ നോട്ട് ചെയ്ത് പോകും. ചിലപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ വീടാണെങ്കിൽ അതിന് പറ്റുന്ന ഫോട്ടോകളായിരിക്കും അവിടെ വെക്കുക. ഒരു എൻജിനീയറുടെ ഡോക്ടറുടെ വീടാണെങ്കിൽ അതിന് പറ്റിയ പ്രോപ്പർട്ടീസ് ആയിരിക്കും വെക്കുക. അത്തരത്തിൽ ഈ ഒരു ആർട്ട് ഡയറക്ടർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്, പ്രധാനമായിട്ട് ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുള്ളത് അതിൻ്റെ കോസ്റ്റ് വൈസും കൂടെ ശ്രദ്ധിക്കാറുണ്ട്. ഒരു സെറ്റ് എത്ര വേണമെങ്കിലും നമുക്ക് ചിലവ് കുറച്ചും ചെയ്യാം, കൂട്ടിയും ചെയ്യാം. ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഒരു പള്ളി സെറ്റ് ഇടണം. പള്ളി സെറ്റ് ഇടുമ്പോൾ അത് നമുക്ക് യഥാർത്ഥത്തിൽ ഒറിജിനൽ പള്ളിയിൽ പോയി ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ കിട്ടുന്നതാണ്, പരമാവധി കിട്ടാറുണ്ട്. ചില അമ്പലങ്ങളോ അല്ലെങ്കിൽ മോസ്കുകളോ മാത്രമാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ക്രിസ്ത്യൻ പള്ളികൾ പലപ്പോഴും കിട്ടാറുണ്ട്. അങ്ങനെ വരുമ്പോൾ പരമാവധി നമ്മൾ ആ സെറ്റ് ഒഴിവാക്കാൻ ശ്രമിക്കും. അതല്ല, ഒരുപാട് ദിവസം ഷൂട്ടിംഗ് ഉള്ളതാണ്, അതിനകത്ത് നിന്ന് തന്നെ ചെയ്യേണ്ടതാണ്, ചിലപ്പോൾ അതിന് ഉള്ളിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്, ബ്ലാസ്റ്റ് നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, ഒറിജിനലായിട്ടുള്ള ഒരു പള്ളി നമ്മൾ അത്യാവശ്യം ഷൂട്ട് ചെയ്യുന്നു, അതങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ബ്ലാസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഭാഗമാണോ വേറെ ഏതെങ്കിലും തരത്തിലത് നമ്മൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഷൂട്ടിംഗ് വേണ്ടി വരുന്നത്, ആ ഒരു ഏരിയ മാത്രം, അത് നേരത്തെ ഡയറക്ടറും ക്യാമറാമാനുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ നമ്മൾ ചെയ്താൽ മതിയാവും. ഇപ്പോൾ എരിഞ്ഞു വീഴുന്ന പൊട്ടി വീഴുന്നതാണെങ്കിൽ അതിനനുസരിച്ച് ഉള്ള ഒരു ഏരിയ നമ്മൾ സെറ്റ് ഇടുന്നു. ബാക്കിയുള്ളത് ശരിക്കും നമ്മൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോവേണ്ടതില്ല. ഇപ്പോൾ മാനത്തെ കൊട്ടാരം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ആർട്ട് ചെയ്യുമ്പോൾ അന്ന് അതിൻ്റെ ഡയറക്ടർ ഒരു കൊട്ടാരം വേണം. അപ്പോൾ അതിൻ്റെ സെറ്റ് ഇടാനാണ് ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി നമ്മൾ തൃപ്പൂണിത്തുറയിൽ പോയിട്ട് ഒരു ആനക്കൊട്ടയാണ് അതിന് വേണ്ടിയിട്ട് കണ്ടത്. അതിനുള്ളിൽ ചുവരുകൾ ഫിറ്റ് ചെയ്യണം, ബാക്കി എക്സ്റ്റീരിയർ ചെയ്യണം, പൂമുഖം ചെയ്യണം, അങ്ങനെ ഫ്രണ്ടെല്ലാം ചെയ്തുകൊണ്ട് ഗാർഡനിങ്, അതിൻ്റെ ഫർണിച്ചർ എല്ലാം ചെയ്യണം. അപ്പോൾ ഒരു സ്പേസ് മാത്രം നമ്മൾ കണ്ടെത്തിയിട്ട് അവിടെ സെറ്റ് ഇടാനാണ് തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു വലിയ കൊട്ടാരം പോലത്തെ ഒരു സെറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്പെൻസ് കൂട്ടുമ്പോഴത്തേക്കും അത് വലിയ എമൗണ്ട് വരുന്നു. സെറ്റ് മാത്രമല്ല, അതിനുള്ളിലുള്ള ഓരോ ഫർണിച്ചറും, ഒരു കർട്ടൻ അല്ലെങ്കിൽ ഒരു ചെയർ, ടേബിള്, ബാക്കി ഇപ്പോൾ ഡൈനിങ് ഹാൾ ഉണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടുന്ന പാത്രങ്ങൾ, സ്പൂണ്, എല്ലാം വേണ്ടി വരുന്നു. സർവ്വ സാധനങ്ങളും, പാത്രങ്ങൾ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി വലിയൊരു എമൗണ്ടിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ പ്രൊഡ്യൂസറെടുത്ത്, ജമി മൂവീസിൻ്റെ ഹമീദ് കെ ആയിരുന്നു പ്രൊഡ്യൂസർ, സുനിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സുനിലിൻ്റെ അടുത്ത് ചോദിച്ചു, സുനിൽ നമ്മൾ ഇത്രയും വലിയൊരു എഫർട്ട് എടുക്കണോ? അപ്പോൾ സുനിൽ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് ചെന്നൈയിൽ നിന്ന് അവിടെ ഈ വാടകയ്ക്ക് കൊടുക്കുന്ന പ്രോപ്പർട്ടീസ് വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, അപ്പോൾ ഒരു 2-3 ലോറിയിലായിട്ട് നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരാം, അതൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സതിന് അനുവദിക്കുന്നില്ല. അങ്ങനെ ഞാൻ പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഒരു വലിയ ബിൽഡിങ് കണ്ടെത്താം, എന്നിട്ട് അതിൻ്റെ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു ഫീൽ വരുന്ന തരത്തിൽ പൂമുഖമൊക്കെ നമുക്ക് സെറ്റ് ഇടാം. അപ്പോൾ അത്യാവശ്യം ഭാഗങ്ങൾ മാത്രം ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു, അയ്യോ അത് നല്ലതാണ്, നമുക്കത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കി, പല ബിൽഡിങ്ങുകൾ നോക്കി. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഈ ഫ്രണ്ടേജ് വേണം, അതിൻ്റെ അറ്റ്മോസ്ഫിയർ വേണം, ഒക്കെ വേണം. അത് കിട്ടുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ നോക്കി നടന്ന് അവസാനമാണ് അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ആലുവ പാലസ് ഉണ്ട്, അതൊന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞു. അവിടെ പോയി നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, മതി, ഇതിനകത്തുള്ള ബാക്കി സെറ്റപ്പ് ഞങ്ങൾ ചെയ്തോളാം, ആർട്ടിൽ നിന്ന് ചെയ്യാം. അപ്പോൾ ഒരു വലിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു ചെറിയ തുകയൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് വരുന്ന ഒരു വലിയ എമൗണ്ടാണ് പ്രൊഡ്യൂസർക്ക് അപ്പോഴും തന്നെ ലാഭമാവുന്നത്. എന്നിട്ട് അതിനകത്ത് ഹാളിൽ നമ്മൾ സിനിമയ്ക്ക് വേണ്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നു, റൂമുകൾ സെറ്റ് ചെയ്യുന്നു, ബാക്കി മുഴുവൻ ഏരിയ, ഔട്ട് ഹൗസ് ഉൾപ്പെടെയുള്ള എല്ലാം അതിന് സെറ്റ് ഇടുന്നു. അപ്പോൾ പരമാവധി സെറ്റ് ചുരുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ സെറ്റ് ഇടുക എന്നുള്ളത് ആർട്ട് ഡയറക്ടറുടെ ജോലിയാണ്. അപ്പോൾ അത് എത്രമാത്രം കോസ്റ്റ് കുറയ്ക്കാമെന്നുള്ളത് ഓരോ ആർട്ട് ഡയറക്ടറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പല സിനിമകൾക്കും ഇൻറ്റീരിയർ മാത്രം കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരു എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ മാത്രം കാണിക്കുന്ന ഒരു സാധാരണ സീൻ എടുക്കാൻ വേണ്ടി പള്ളിയുടെ സെറ്റ് ഇട്ടത് എനിക്കറിയാം. വലിയൊരു പള്ളിയുടെ സെറ്റ് ഇടേണ്ടി വന്നു. ശരിക്കും ഒരുപക്ഷെ ഞാനാണെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക തന്നെയായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സെറ്റുകൾ ഇടുക ആർട്ട് ഡയറക്ടർ ജോലിയാണ്. ഒപ്പം തന്നെ
ഈ സീൻ വായിച്ചു പോകുമ്പോൾ അതിന് പറ്റുന്ന ലൊക്കേഷനുകൾ കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ജോലിയാണ്. ലൊക്കേഷനുകളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഔട്ട്ഡോർ ആയിരിക്കാം, ഒരു പുഴയുടെ തീരമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുന്നിൻ്റെ മേളിലായിരിക്കാം, ഒരു അമ്പലമായിരിക്കാം. അപ്പോൾ പല ഡയറക്ടേഴ്സും ആഗ്രഹിക്കുന്നത്, എല്ലാവരും അല്ല, ചിലരെങ്കിലും ആഗ്രഹിക്കുന്നത് നമ്മൾ ഉപയോഗിച്ച സ്ഥലങ്ങളൊന്ന് ഒഴിവാക്കിയാൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ഹണ്ടിങ് ചിലപ്പോൾ ഒരു മാസമൊക്കെ തന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടി ലൊക്കേഷനുകൾ തേടി നടക്കാറുണ്ട്, വീടുകൾ തേടി നടക്കാറുണ്ട്. ഉദാഹരണത്തിന് ഈ സുഹൃതത്തിൻ്റെ സമയത്ത് ഒരു പുഴയുടെ തീരവും കണ്ടെത്താൻ വേണ്ടിയുള്ള യാത്രക്കിടയിലാണ് ഒരു മുതലപ്പാറ എന്ന് പറയുന്ന ഒരു കുറേ പടിക്കെട്ടുകളുള്ള ഒരു മലയല്ല, ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു അമ്പലം, ചെറിയ അമ്പലം. നമ്മുടെ മമ്മൂട്ടിയും ഗൗതമിയും ഒക്കെ മീറ്റ് ചെയ്യുന്ന ഒരു പ്രദേശമുണ്ട്. താഴെ അങ്ങ് വളരെ ഡീപ്പായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ ഒരു നല്ല വയലേലകളുണ്ട്, നല്ല ലാൻഡ്സ്കേപ്പാണ്. ശരിക്കും അങ്ങനെ ഒരു അമ്പലം നോക്കി പോയതേ അല്ല. ഞങ്ങൾ ഈ ഒരു പുഴ നോക്കി പോകുന്ന വഴിക്കാണ് കുറേ സ്റ്റെപ്സ് ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുന്ന കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് ഒന്ന് കയറി നോക്കാം എന്ന് പറഞ്ഞ് കയറി നോക്കുമ്പോഴാണ് അതിൻ്റെ മുകളിൽ അതിമനോഹരമായ ഒരു നമ്മുടെ പ്രാചീനമായൊരു അമ്പലം നിൽക്കുന്നു. അതൊരു നല്ല കാഴ്ചയായിരുന്നു, അതിൻ്റെ അറ്റ്മോസ്ഫിയർ നല്ലതായിരുന്നു. അതാണ് പിന്നെ ഇവരുടെ ഒരു ഇതിലേക്ക് ഉപയോഗിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ പുഴ നോക്കി പോകുമ്പോൾ കാണുന്നത് ഈ പറഞ്ഞ കുന്നായിരിക്കാം, അല്ലെങ്കിൽ കുന്ന് നോക്കി പോകുമ്പോൾ കാണുന്നത് മറ്റൊരു സ്ഥലമായിരിക്കാം. ഒരു വീട് നോക്കി പോകുമ്പോൾ വേറെ ചില ലൊക്കേഷനുകൾ നമുക്ക് സോങ്ങിന് പറ്റുന്ന സ്ഥലങ്ങൾ കണ്ടെത്താം. ചില വള്ളികളൊക്കെ തൂങ്ങി നിൽക്കുന്ന രസകരമായ ചിലപ്പോൾ കിട്ടാം. പാറയുടെയൊക്കെ ഒരു ഫോർമേഷനുള്ള നല്ല ലൊക്കേഷനുകൾ കിട്ടാം. അപ്പോൾ യാദൃച്ഛികമായി കിട്ടുന്ന ലൊക്കേഷനുകൾ അനവധിയാണ്. എങ്കിലും ഈ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ, കഥ ആവശ്യപ്പെടുന്ന ലൊക്കേഷനുകൾ വളരെ പ്രധാനമാണ്. അതിനുവേണ്ടി ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. യാത്ര ചെയ്ത് ഫസ്റ്റ് പിന്നെ ആർട്ട് ഡയറക്ടറും ഒരു മാനേജറോ ആരെങ്കിലും ഒരാളായിരിക്കും കൂടെ വരിക. അങ്ങനെ പോയി സെലക്ട് ചെയ്യുന്നതിൽ ആർട്ട് ഡയറക്ടർ ഒരു സെലക്ഷൻ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടായിരിക്കും അവസാന റൗണ്ടിൽ ഡയറക്ടറെയും ക്യാമറാമാനെയും കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ അവരുടേതായ രീതിയിൽ വർക്ക് ചെയ്യാനുള്ള സ്പേസ് അല്ലെങ്കിൽ കഥയ്ക്ക് അനുയോജ്യമാണോ അല്ലേ എന്നൊക്കെ കൂട്ടായി തീരുമാനിച്ചിട്ട് അങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഫൈറ്റ് സീനുകളെല്ലാം നമ്മൾ കണ്ട് പെട്ടെന്നങ്ങ് സീന് കഴിഞ്ഞു അല്ലെങ്കിൽ മനോഹരമെന്ന് പറഞ്ഞു പോകുന്നു. പക്ഷേ ഇതിനുള്ളിൽ ഒരു ജീപ്പ് ഒരു മതിലിടിച്ച് തകർത്തകത്ത് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗേറ്റ് പൊട്ടിച്ചകത്ത് വരികയാണെങ്കിൽ, ഈ ഗേറ്റ് പല പീസുകളായി നമ്മൾ സൗകര്യത്തിന് കട്ട് ചെയ്ത് വളരെ പെർഫെക്റ്റായിട്ട് വെക്കുന്നതിലാണ് വന്നിടിക്കുന്നത്. മതിലാണെങ്കിൽ ഇടിച്ചാൽ പൊട്ടാവുന്ന തരത്തിൽ തെർമോക്കോൾ കൊണ്ട് പാകത്തിന് അങ്ങനെ ഒരു മതിലുണ്ടാക്കി, വളരെ കരിങ്കല്ല് കൊണ്ടാണെങ്കിൽ കരിങ്കല്ലാണ് തോന്നിപ്പിക്കുന്ന. സത്യത്തിൽ സിനിമയെന്ന് പറയുന്ന തോന്നിപ്പിക്കലിൻ്റെ കലയാണ്. ആർട്ട് ഡയറക്ഷൻ അത് തന്നെയാണ് ചെയ്യുന്നത്, തോന്നിപ്പിക്കലാണ് വേണ്ടത്. അപ്പോൾ അതിലൂടെ ഇടിച്ചു വരുന്നത് അതിനുള്ള ഡമ്മി നമ്മൾ ചെയ്യണം. ഒപ്പം തന്നെ ഫൈറ്റ് വരുന്ന സമയത്ത് ഫൈറ്റേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കുന്ന ചിലപ്പോൾ വലിയ ഇരുമ്പ് ദണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മൺവെട്ടിയോ പിക്കാസോ അല്ലെങ്കിൽ സ്റ്റീൽ പൈപ്പോ എന്നൊക്കെ തോന്നിപ്പിക്കുന്നതായിരിക്കും. ഇതെല്ലാം തന്നെ റബ്ബർ കൊണ്ടോ അല്ലെങ്കിൽ PVC പൈപ്പ് കൊണ്ടോ ഒക്കെ ചെയ്ത് ആ ഒരു ഫീലിംഗ് വരുത്തി ചെയ്യുന്നതാണ്. ഒരു മാവിൻ്റെ ശിഖരം വലിച്ചൊടിച്ച് ഒരു ആർട്ടിസ്റ്റ് നായകൻ വില്ലനെ തല്ലുന്നുണ്ടെങ്കിൽ ആ മരത്തിൻ്റെ ശിഖരം ആദ്യം തന്നെ നമ്മൾ ആ മരത്തിൽ റബ്ബർ കൊണ്ട് സ്പോഞ്ച് കൊണ്ട് ഒക്കെ ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ്. എന്നിട്ടാണ് അതിനെയാണ് നിസ്സാരമായിട്ട് വലിച്ച് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ആർട്ട് ഡയറക്ടർ ജോലി എന്ന് പറയുന്നത് ചെറിയ പ്രോപ്പർട്ടി മുതൽ, ഇപ്പോൾ ഒരു കമ്മീഷൻ ഓഫീസാണെങ്കിൽ കമ്മീഷൻ ഓഫീസറുടെ മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഒന്നും ഉണ്ടാവില്ല. ഒരു സ്റ്റുഡിയോയ്ക്കകത്തുള്ള ഒരു ഫ്ലോറായിരിക്കും ചിലപ്പോൾ കമ്മീഷൻ ഓഫീസായിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ ടേബിൾ, അയാളുടെ ചെയർ, അവിടെ ഹാങ് ചെയ്യുന്ന ലൈറ്റ്, ബാക്കിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത്, എംബ്ലം ഉണ്ടെങ്കിൽ അങ്ങനെ, പേന, ഫയലിൽ എന്തെങ്കിലും എംബ്ലം വെക്കണമെങ്കിൽ അത്, ഇതെല്ലാം ഇനി ഉപയോഗിക്കുന്ന പോലീസ് ജീപ്പിൽ നമുക്ക് ഇപ്പോൾ കാണുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് വേണമെങ്കിൽ ഒരു പോലീസ് ജീപ്പ് ഡിസൈൻ ചെയ്യാം. അവരുടെ എംബ്ലമൊക്കെ വേണമെന്നേ ഉള്ളൂ, അത് കുറേ കൂടെ നന്നായിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ഭരണകൂടം എന്ന് പറയുന്ന സിനിമയിൽ ഒരു പോലീസ് സ്റ്റേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അന്ന് വരെ കാണാത്ത ഒരു പോലീസ് സ്റ്റേഷനാണ് നമ്മളവിടെ സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ കിങ്, ഷാജി കൈലാസിൻ്റെ കിങ് മമ്മൂട്ടി ചിത്രമാണ്. അതിൽ ജീപ്പ്
അന്ന് വരെ ആ ഒരു ജീപ്പിലും ഉപയോഗിക്കാത്ത തരത്തിൽ വെൽവെറ്റ് കൊണ്ടുള്ള ഒരു റൗണ്ടിനകത്താണ് കേരള പോലീസ് എന്നൊക്കെ എഴുതി വെച്ചത്. അത് പിന്നീട് ആ കളറ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സ്വീകരിച്ചത് കണ്ടിട്ടുണ്ട്. അന്ന് വരെ അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ഭാവിയെ കൂടി നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആർട്ട് ഡയറക്ടർക്ക് ഇടപെടാൻ പറ്റും. അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലൊക്കേഷൻ ഹണ്ടിങ്, ചെറിയ ചെറിയ പ്രോപ്പർട്ടീസ്, വലിയ സെറ്റുകൾ, ഈ ഫൈറ്റിന് വേണ്ടുന്ന പൊട്ടിക്കാനും തല്ലാനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അതുപോലെ സോങ്ങിന് വേണ്ടിയുള്ള സെറ്റ്, ഇതെല്ലാം ആർട്ട് ഡയറക്ടർ ജോലിയാണ്. സോങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു കവിത എഴുതുന്നു അല്ലെങ്കിൽ ഒരു സിനിമ പാട്ട് എഴുതി കഴിഞ്ഞാൽ ഇത് പല പ്രാവശ്യം കേട്ടിട്ട് അതിന് പറ്റുന്ന ഒരു വിഷ്വലായിരിക്കും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അത് വിഷ്വലുകൾ വരച്ചിട്ട് ഇത് സാധാരണ ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഇങ്ങനെ ഇന്ന ഇതായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ പല പടങ്ങളും അതിൻ്റെ ഒരു ബഡ്ജറ്റിനകത്ത് നിൽക്കണം. അപ്പോൾ അകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിക്കും. എന്നിട്ട് ഈ സെറ്റുകൾ, സോങ്ങിൻ്റെ സെറ്റുകൾ ഇടുകയായിരിക്കും. പിന്നെ സ്വാഭാവികമായിട്ട് ആർട്ട് ഡയറക്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം തന്നെ പല സ്ഥലങ്ങളായിട്ട് മാറ്റേണ്ടി വരും. ഉദാഹരണത്തിനൊരു പോലീസ് സ്റ്റേഷൻ സെറ്റ് ഇടുന്ന അതേ സ്ഥലം തന്നെയായിരിക്കും അടുത്ത ആശുപത്രിയായിട്ട്, ഹോസ്പിറ്റലായിട്ട് സെറ്റ് ഇടേണ്ടി വരിക. അപ്പോഴത്തേക്കും മറ്റ് പ്രോപ്പർട്ടികൾ മാറ്റുന്നു, ചില ചുവരുകൾ മാറ്റുന്നു, കളർ മാറുന്നു, അതോടുകൂടി അത് ഹോസ്പിറ്റലാവുന്നു. ഒരിക്കലും ഒരു സിനിമ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ന സ്ഥലമാണ്, മാറ്റിയതാണ് എന്ന് തോന്നില്ല. അങ്ങനെ തോന്നാൻ പാടില്ല. അതേസമയം ഈ ഹോസ്പിറ്റലിൻ്റെ തന്നെ എക്സ്റ്റീരിയർ ചിലപ്പോൾ നമ്മൾ വളരെ ഒറിജിനലായിട്ടുള്ള ഹോസ്പിറ്റലുകളായിരിക്കും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അതിനകത്ത് വരെ കയറിപ്പോകുന്നതുണ്ടാവും. പിന്നെ വരുന്നത് ഈ ആർട്ട് ഡയറക്ടേഴ്സ് ഇരുന്ന സെറ്റിലേക്കായിരിക്കും. അപ്പോൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സർവ സീനുകളിലൂടെ കയറി ഇറങ്ങിപ്പോകുന്ന ഒരു കരസ്പർശം തീർച്ചയായിട്ടും ഒരു സിനിമയിൽ ആർട്ട് ഡയറക്ടറുടേതായിട്ട് വരേണ്ടതുണ്ട്. അത് വന്നാൽ മാത്രമേ അത് ആ സിനിമ നന്നാവുകയുള്ളൂ. ഔട്ട്ഡോർ ലൊക്കേഷനിൽ പോലും ചിലപ്പോൾ ഒരു ഫ്ലാഗ് വെറുതെ ഏതെങ്കിലും ഒരു തുണി എടുത്തിട്ടാൽ പോലും, ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെറുതെ ഒരു ചാക്ക് കഷ്ണം എടുത്ത് ഒന്ന് ഡിസ്പ്ലേ ചെയ്താൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ക്യാരക്ടർ അങ്ങ് മാറും. അപ്പോൾ അത്തരത്തിൽ പല തൊട്ട് ചെയ്യാൻ പറ്റുന്ന അനവധി അവസരങ്ങളാണ് ആർട്ട് ഡയറക്ടർ മുന്നിലുള്ളത്. അത്തരം വെല്ലുവിളികളാണ് ആർട്ട് ഡയറക്ടർ മുന്നിലുള്ളത്. കാവ്യ വരുന്നു. അപ്പോഴാണ് ശരിക്കും അഴകപ്പനാണ് പറഞ്ഞത്, ക്യാമറാമാനാണ് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യാം, ദിലീപ് വലിക്കട്ടെ, കാളയുടെ സ്ഥാനത്ത് ദിലീപ് കിട്ടെ. പക്ഷേ അത് നന്നായി. അതുകൊണ്ട് ആ സിനിമയിൽ കുറച്ചുകൂടി ഒരു ഇഫക്റ്റ് കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ പോത്ത് അന്ന് വരാൻ പറ്റാത്തത് കൊണ്ടാണ് ദിലീപിനെ ഈ നുകം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അത് ചെയ്യുന്നത്.